സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. സിംപ്ലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ in individual series, if x1 x2 etc xn are n values, then standard deviation നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. ദിസ് ഇസ് സ്മോൾ സിഗ്മ. ഈ സിമ്പിൾ നമ്മൾ സമ്മിന് യൂസ് ചെയ്യുന്നത് അത് വലിയ സിഗ്മയാണ്. ദിസ് ഇസ് സ്മോൾ സിഗ്മ. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂവിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ അതിനെ സിഗ്മ സ്ക്വയർ എന്ന് പറയും. അതല്ലെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ, കുറച്ച് വാല്യൂസ് വന്നിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ സീരീസ് ആണ്. 5, 8, 7, 11, 9, 10, 8, 2, 4 and 6. സോ ഇത്രയും വാല്യൂസ് വന്നിട്ട് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക എന്നുള്ളത് നോക്കാം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. റൈറ്റ്, അപ്പം നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് എക്സ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ കാണണം. ഓക്കെ, അപ്പം 5, 8, 7, 11, 9, 10, 8, 2, 4 and 6. 8, 2, 4 and 6. റൈറ്റ്, അപ്പം ഇത്രയും വാല്യൂസാണുള്ളത്. ഇനി അതിൻ്റെ ജസ്റ്റ് സ്ക്വയർ എടുക്കുക. 25, 64, 49, 121, 81, 100, then 64, then 4, then 16, then 36. റൈറ്റ്, അപ്പം നമുക്ക് എക്സ് സ്ക്വയർ വാല്യൂസ് കിട്ടി. ഇനി ആദ്യത്തെ ടേം എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ ആണ്. റൈറ്റ്, അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ സമ്മ്, എക്സ് സ്ക്വയർ വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 560 കിട്ടും. സോ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 560 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 560 ഡിവൈഡഡ് ബൈ 10. നമുക്ക് എത്ര വാല്യൂസാണ് തന്നിരിക്കുന്നത്? സോ 10 വാല്യൂസ് തന്നിട്ടുണ്ട്. സോ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറയുമ്പോൾ 560 ബൈ 10. ദെൻ സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ആണ്. സോ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സ് വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ്. സോ 70 ഡിവൈഡഡ് ബൈ അഗൈൻ എൻ വാല്യൂസ്. എത്ര വാല്യൂസ് വന്നിട്ടുണ്ട്? 10 ആണ്. സോ റൂട്ട് ഓഫ് 560 ബൈ 10 മൈനസ് 70 ബൈ 10 ദ ഹോൾ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 560 ബൈ 10 എന്ന് പറയുമ്പോൾ 56 മൈനസ് 70 ബൈ 10 എന്ന് പറയുമ്പോൾ 7 ഹോൾ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 56 മൈനസ് 49. സോ റൂട്ട് 7. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.646 ആണ്. ഇനി വാരിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ ആണ്. വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണെങ്കിൽ വാരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിട്ടുള്ളത് 2.646 ആണ്. സോ അതിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതി. 2.646ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് നമുക്ക് കാണാനുള്ളത്. ഇക്വേഷൻ അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മീൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ ആദ്യം നമുക്ക് കിട്ടേണ്ടത് മീനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഓൾറെഡി അറിയാം 2.646 ആണ്. ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സോ നമ്മൾ മീൻ വാല്യൂ കാണണം. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തന്നിട്ടുള്ള വാല്യൂസിൻ്റെ എല്ലാം സം എടുക്കുക, ഡിവൈഡഡ് ബൈ എത്ര വാല്യൂ തന്നിട്ടുണ്ടോ അത് എണ്ണം. സോ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 70 ആണ്. റൈറ്റ്, നമ്മൾ ഓൾറെഡി
കണ്ടുവച്ചിട്ടുണ്ട്. സോ 70/n എന്ന് പറഞ്ഞാൽ ഇവിടെ 10 വാല്യൂസ് ആണ്. 70/10 എന്ന് പറയുമ്പോൾ 7 ആണ്. സോ 2.646/7 ഇൻറ്റു 100. ഓക്കെ, 37.8 ആണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കേസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. ജസ്റ്റ് ഫ്രീക്വൻസി വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്, മൈനസ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഫോർ ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസീസ് തരുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ മാർക്സ് ആദ്യം തന്നിട്ടുണ്ട് 2, 4, 6, 8, 10. ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8, 10, then 16, again 9, then 7. സോ നമുക്ക് 2 കോളംസ് ആണ് തന്നിരിക്കുന്നത്, മാർക്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സോ ഇത് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, മാർക്സ് തന്നിട്ടുണ്ട്, ദെൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആണ് തന്നിരിക്കുന്നത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പം 2 മാർക്സ് കിട്ടിയ 8 കുട്ടികൾ, 4 മാർക്സ് കിട്ടിയ 10 കുട്ടികൾ, 6 മാർക്ക് കിട്ടിയ 16 കുട്ടികൾ, 8 മാർക്ക് കിട്ടിയ 9 കുട്ടികൾ, 10 മാർക്ക് കിട്ടിയ 7 കുട്ടികൾ. സോ ഇങ്ങനെയാണ് ഡാറ്റ. സോ നമുക്ക് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ദ ഹോൾ സ്ക്വയർ ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫ് ഇൻറ്റു എക്സ് വാല്യൂ കാണണം, ദെൻ എക്സ് സ്ക്വയർ കാണണം, ദെൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ കാണണം. ഓക്കെ, അപ്പോൾ ഇത്രയും കോളംസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എഫ് ഇൻറ്റു എക്സ് വാല്യൂസ് നോക്കാം. 2 × 8 16, 40, then 6 × 60 96, 72, then 70. ഓക്കെ, നൗ ദെൻ എക്സ് സ്ക്വയർ ആണ്. എക്സ് നമുക്കറിയാം വാല്യൂസ് മാർക്സ് ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ക്വയർ എടുക്കുക. 4, 16, 36, ദെൻ 8ൻ്റെ സ്ക്വയർ 64, ദെൻ 100, 10ൻ്റെ സ്ക്വയർ 100. റൈറ്റ്, അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. ഇനി എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് കിട്ടാനുള്ളത്. സോ എഫ് നമുക്കറിയാം, ദെൻ എക്സ് സ്ക്വയർ നമ്മളിപ്പം ആ കോളം ഫില്ല് ചെയ്തേ ഉള്ളൂ. സോ 8 × 4 ഫസ്റ്റ് വാല്യൂ 8 × 4 എഫ് എക്സ് സ്ക്വയർ 32 ആണ്. ദെൻ 10 × 16 160, ദെൻ 16 × 36 16 × 36 is 576, right? 576. Then 9 × 64 576, then 7 × 100 700. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ആദ്യം വേണ്ട സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. നമുക്ക് കിട്ടുന്നത് 2044 വാല്യൂ. എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ സമ്മ്. ഇനി എഫ് എക്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 294 ആണ്. ദെൻ ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ഇനി സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ, that is 44 divided by 50 minus sigma fx by n ആണ്. So that is 294 by again 50 the whole square. Okay, so ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 2044 by 50 എന്ന് പറയുമ്പം 40.88 ആണ്. മൈനസ് 294 by 50 ദ ഹോൾ സ്ക്വയർ, നമുക്ക് കിട്ടുന്നത് 5.88 ഹോൾ സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റൂട്ട്
5.6 ആണ്, സോറി 6.31 ആണ്, റൂട്ട് 6.31. ഓക്കെ, സോ റൂട്ട് 6.31 എന്ന് പറഞ്ഞാൽ ഏകദേശം 2.51 ആണ്. റൈറ്റ്. സൈസ് ആൻഡ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവെല്ലാണ്. സോ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നുള്ളത് നോക്കാം. Size 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, then 10 to 12. Then corresponding frequencies and 2, 4, 6, 4 to 6. Okay. Standard deviation കാണാനുള്ള equation നമുക്കറിയാം. Root of sigma f into x square divided by capital N minus sigma fx by capital N the whole square. Right. ഇതാണ് equation. ഇനി നമുക്ക് സൈസ് ആൻഡ് ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് തന്നിരിക്കുന്നത്. സോ നാച്ചുറലി നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂ കാണണം എന്നുള്ളതാണ്. സോ മിഡ് എക്സ് ആണ് ഫസ്റ്റ് കോളം വരിക. ദെൻ നമ്മൾ എഫ് ഇൻറ്റു എക്സ് കാണണം, ദെൻ എക്സ് സ്ക്വയർ കാണണം, ദെൻ അഗെയിൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ആദ്യം കണ്ടിട്ട് നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി മിഡ് വാല്യൂ കാണാം, മിഡ് എക്സ്, ദെൻ എഫ് ഇൻറ്റു എക്സ്, തേർഡ് കോളം മിഡ് എക്സ് ആണ്, ദെൻ എഫ് ഇൻറ്റു എക്സ്, ദെൻ എക്സ് സ്ക്വയർ. റൈറ്റ്. ദെൻ ആ എക്സ് സ്ക്വയറിനെ നമ്മൾ എഫ് കൊണ്ട്, അതായത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത്, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, ഞാൻ മിഡ് എക്സ് നോക്കുമ്പം 0 to 2 0 plus 2/2 ആണ്. സോ 1 ആയിരിക്കും. രണ്ടാമത്തെ വാല്യൂ 2 plus 4/2 3 ആണ്, അതായത് 6/2 3 ആണ്. ദെൻ 4 plus 6/2 that 10/2 5. ദെൻ 6 plus 8/2 14/2 7. ദെൻ 8 plus 10/2 18/2 9 ആണ്. ദെൻ 10 plus 12/2 22/2 11. ദെൻ എഫ് ഇൻറ്റു എക്സ്, എക്സ് നമുക്ക് മിഡ് വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. സോ ഫ്രീക്വൻസി ഇൻറ്റു എക്സ്, 2 into 1 2, 4 into 3 12, 6 into 5 30, 4 into 7 28, 2 into 9 18, 16 into 11 66. ദെൻ എക്സ് സ്ക്വയർ, എക്സ് വാല്യൂ നമുക്കറിയാം, ദെൻ അതിൻ്റെ സ്ക്വയർ എടുക്കുക, 1 3യുടെ സ്ക്വയർ 9, ദെൻ 25 49 81 121. ഓക്കെ, ദെൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിനെ ഫ്രീക്വൻസി കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 1 2, ദെൻ 4 into 9 36, 6 into 25 150, 4 into 49 196, 2 into 81 162, and 6 into 121 726. ഓക്കെ, ദെൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, അതിൻ്റെ സം എന്ന് പറയുന്നത് 1272 ആണ്. ഇനി ഫ്രീക്വൻസിയുടെ സം നമ്മൾ കൂട്ടിയാൽ 24 കിട്ടും. എഫ് ഇൻറ്റു എക്സിൻ്റെ സം എന്ന് 156. ഇക്വേഷൻ നമുക്കറിയാം, ജസ്റ്റ് അപ്ലൈ ചെയ്യാം. സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ 1272 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ, ടോട്ടൽ ഫ്രീക്വൻസിയുടെ സമ്മ് 24 മൈനസ് സിഗ്മ എഫ് എക്സ് 156 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ 24 ആണ്. സോ 156/24 the whole square. ഓക്കെ, 1272/24 നമുക്ക് 53 കിട്ടും. 156/24 6.5 ആണ്. സോ 53 മൈനസ് 6.5 ഹോൾ സ്ക്വയർ. സോ 53 മൈനസ് 6.5 സ്ക്വയർ മൈനസ് 42.25 ആണ്. സോ നമുക്ക് റൂട്ട് 10.75 കിട്ടും. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് 10.75 എന്ന് പറഞ്ഞാൽ 3.28 ആണ്. ഇനി നമുക്ക് വാരിയൻസ് കാണാം. വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുക. അപ്പം വാരിയൻസ് നമ്മൾ പറയുന്നത് സിഗ്മ സ്ക്വയറാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, 3.28 ആണ്. 3.28ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10.75. ഓക്കെ, സോ 10.75 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് നെക്സ്റ്റ് കാണാനായിട്ടുള്ളത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്കറിയാം, വാല്യൂസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഡിവൈഡഡ് ബൈ മീൻ ആണ്. സോ മീൻ നമ്മൾ കാണണം. മീൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ,
സോ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് 156/24, 6.5. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കാണാൻ എളുപ്പമാണ്. ദാറ്റ് ഈസ് സിഗ്മ 156 ആണ് ബൈ 24, നമുക്ക് 6.5 കിട്ടിയിട്ടുണ്ട്. ഇനി അത് മീനാണ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 3.28/6.5 ഇൻറ്റു 100, 50.5.